Hello everyone and welcome back to Foodiezecstasy. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രീമി ആൻഡ് ചീസി ആയിട്ടുള്ള ചിക്കൻ പാസ്ത ആണ്. വളരെ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കുകയാണ്. അതിനായിട്ട് ഞാൻ ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, ഒരു വലിയൊരു സൈസ് ടൊമാറ്റോ എടുക്കാം. ഇനി നന്നായിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തൊക്കെ കൊടുക്കുക കേട്ടോ, സൈഡ് സ്കിന്നൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് വെള്ളത്തിലേക്ക് ബ്ലാൻഡ് ചെയ്തെടുക്കാം. ഒരുപാട് സമയം കുക്ക് ചെയ്യണമല്ല ബ്ലാൻഡിങ് എന്ന് പറയുന്നത്, ജസ്റ്റ് ഒന്ന് കുക്കായി വരണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ സ്കിന്നൊക്കെ ഒന്ന് ഇളകി വരിക എന്നുള്ള സോഫ്റ്റായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റണം, പീൽ ഓഫ് ചെയ്യാൻ പറ്റണം. അതേ രീതിക്ക് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്യൂരി റെഡി ആക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2 months ആയിട്ടുണ്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് കുക്കായതിന് ശേഷം അതെടുത്ത് പ്യൂരി ആക്കാം. അപ്പോൾ അത് നമുക്കത് ഓപ്പൺ ആക്കി നോക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല കുക്കായിട്ടുണ്ട്, നമുക്ക് ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. നമുക്കത് കാണുമ്പോൾ മനസ്സിലാവേണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഇനി നമുക്കിതിന് ഇതിനകത്തുനിന്ന് റിമൂവ് ചെയ്യാവേ. റിമൂവ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ അടുത്ത് ചെയ്യാൻ പോകുന്ന ഞാനൊരു പോട്ട് ഹീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നല്ല ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനതിലേക്കിപ്പോൾ ഒരു 1 tablespoon വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ആഡ് ചെയ്യാം കേട്ടോ, ഏതാണെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ ഞാനൊരു 1 tablespoon ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ഓയിൽ മതിയല്ലോ. ഞാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചൂടായിട്ടുണ്ട്, ഞാനിപ്പോൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്യണം. ഒരുപാട് പെപ്പർ പൗഡർ വേണ്ട, നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു 1/2 teaspoon, 1/2 to 3/4 teaspoon പെപ്പർ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് കുറച്ച് സോൾട്ട് കൂടെ ആഡ് ചെയ്യാം. ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്കാം കേട്ടോ, ഒരുപാട് കൂട്ടി വയ്ക്കണ്ട. ഓക്കെ, കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ചിക്കൻ ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കളർ ചേഞ്ച് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് പ്യൂരി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒന്ന് കളർ ചേഞ്ച് ആവണം, ജസ്റ്റ് ഒന്ന് കുക്കാവണം, ഒരു റോ ടെക്സ്ചർ ഒന്ന് മാറണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പ്യൂരി റെഡി ആക്കണം. അതിനായിട്ട് ഞാൻ ബ്ലാൻഡ് ചെയ്തെടുത്ത ടൊമാറ്റോ ഉണ്ട്, സ്കിൻ പീൽ ഓഫ് ചെയ്തിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. പീൽ ഓഫ് ചെയ്യുമ്പോൾ നോക്കുക, നിങ്ങൾക്ക് നന്നായിട്ട് ഭയങ്കര ഈസി ആയിട്ട് പീൽ ഓഫ് ചെയ്യാൻ പറ്റണം. അതാണ് നമ്മളൊരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ പീൽ ഓഫ് ചെയ്തിട്ട് ഞാൻ അത് ആഡ് ചെയ്ത് കൊടുക്കുവാന്നേ. നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നല്ല പ്യൂരി ആക്കി എടുക്കാം. നല്ല ചൂടാണ് ആക്ച്വലി, എന്നാലും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്യൂരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എളുപ്പത്തിനെല്ലാം ചെയ്യാം. അപ്പോൾ ചിക്കനും ആവശ്യത്തിന് നല്ല രീതിക്ക് തന്നെ കുക്കായിട്ടുണ്ട്, കുറച്ചൊന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് സവോള ഒന്ന് റഫായിട്ട് ഡൈസ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ചെയ്താൽ മതി. അതുപോലെ 2-3 ക്ലോവ്സ് ഓഫ് ഗാർലിക് കൂടെ ആഡ് ചെയ്യാം. ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്, റഫായിട്ട് ചോപ്പ് ചെയ്താൽ മതി. ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി എന്താ പറയുക, നമ്മുടെ സവോള ചെറുതായിട്ടൊന്ന് സോഫ്റ്റാണ്, ചെറുതായിട്ട് ട്രാൻസ്പെറൻ്റ് ആണ്, അതുവരെ നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ചിക്കൻ ആഡ് ചെയ്തേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക, പനീർ ആഡാക്കാം കേട്ടോ ഇതിന് വേറായിട്ടാണ്. അപ്പോൾ ഞാൻ ചിക്കൻ പകരം നിങ്ങൾക്ക് പനീർ ആഡാക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ ഒന്നും തന്നെ ആഡ് ചെയ്യേണ്ട, പ്രോട്ടീനൊന്നും ആഡ് ചെയ്യേണ്ട. ജസ്റ്റ് നമ്മുടെ സവോള അതുപോലെ ഗാർലിക് ആഡ് ചെയ്യാം, നന്നായിട്ട് സോട്ട് ചെയ്യുക. സോഫ്റ്റ് ആകുമ്പോഴത്തേനും നമുക്ക് പാസ്ത റെഡിയാക്കി എടുക്കാം. അങ്ങനെ ആയാലും മതി, അതും ടേസ്റ്റാണ്. ചിക്കൻ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കൂടെ വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചെറുതായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സവോള നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ പ്യൂരി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഓൾറെഡി കുക്ക്ഡാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ആഡ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സോൾട്ട് കാര്യമൊക്കെ നോക്കണം കേട്ടോ. ഞാൻ ചിലപ്പോൾ പറയാൻ വിട്ടുപോകും, പക്ഷേ സോൾട്ടും കാര്യമൊക്കെ നോക്കുക. മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
ജസ്റ്റ് ഒരു 30 സെക്കൻഡ്സ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വാട്ടർ ആഡ് ചെയ്യാം കേട്ടോ. പാസ്ത ഇതിനായിട്ടാണ് നമുക്ക് കുക്ക് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒറിഗാനോ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇറ്റാലിയൻ സ്പൈസൊക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് ഒറിഗാനോ ആഡ് ചെയ്യുന്നത്. കുറച്ച് സോൾട്ട് കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ബിക്കോസ് പാസ്ത എന്തായാലും കുക്കാവാൻ നല്ലതിക്ക് സോൾട്ട് ആവശ്യമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് നമുക്ക് ഡ്രെയിൻ ചെയ്യുന്നില്ല, അതിനകത്ത് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഓൾമോസ്റ്റ് നമ്മൾ കറിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ചീസാണ്. അപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നത് ഇതുപോലത്തെ ഷീറ്റാണ് കേട്ടോ. അപ്പം പ്രോസസ്ഡ് ചീസോ നിങ്ങൾക്ക് എന്ത് ചീസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഡ് ചെയ്യാം. ഞാനിവിടെ എനിക്കിപ്പം കയ്യിലുള്ളത് ഈ ഷീറ്റ്സാണ്. ഞാൻ അതൊന്ന് ചെറുതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചീസ് ആഡ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, എത്ര വേണം ആഡ് ചെയ്യാം. ഒരുപാട് ചീസ് ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. അധികം ചീസ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ 2 സ്ലൈസ് ഓഫ് ചീസ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് അതിനകത്ത് കിടന്ന് മെൽറ്റായി ഇതായിക്കോളൂ കേട്ടോ. അതൊരു സീനല്ല. സോൾട്ട് ഇച്ചിരി കൂടെ സോൾട്ട് ആഡ് ചെയ്യാം. അതുപോലെ ഞാൻ കുറച്ച് പെപ്പർ പൗഡർ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതൊരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ചീസ് ആഡ് ചെയ്യുമ്പോൾ ഇത് കുറച്ചൊന്ന് തിക്കാവുമേ. നമ്മുടെ ഈ ഗ്രേവി ഉണ്ടല്ലോ ഒന്ന് തിക്കാവും. ഒന്ന് മെൽറ്റായി വരട്ടെ. ഓക്കെ, സോൾട്ട് ആവശ്യത്തിനുണ്ട്. പിന്നെ നിങ്ങൾക്ക് ചിക്കൻ്റെ പകരം വേണമെങ്കിൽ ഇതിനകത്തേക്ക് സോസേജ് ആഡ് ചെയ്യാം. നമ്മൾ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെയായിരിക്കും. ചിക്കൻ്റെ പകരം സോസേജ് അത്രയേ ഉള്ളൂ. വെജ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പനീർ ആഡ് ചെയ്യാം. ഓക്കെ, ബീഫ് ആഡ് ചെയ്യാം ഇഷ്ടം കഴിക്കുന്നവരാണെങ്കിൽ. അപ്പോൾ എന്ത് വേണമെങ്കിലും ചിക്കൻ്റെ പകരമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ എന്താണ്, ഇപ്പോൾ നല്ല തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 3/4 കപ്പ് പാസ്ത എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. നോക്കട്ടെ. ഓക്കെ, നല്ല തിളച്ച് വരുന്നുണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുറച്ചൊക്കെ തിക്കായിരുന്നു. നമ്മൾ ആദ്യമേ ഒഴിച്ച പോലെ അല്ല, ഭയങ്കര വാട്ടറി അല്ല, കുറച്ച് തിക്കായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുക. ഇനി നമ്മുടെ പാസ്ത കുക്കായി വരണം, അതാണ് നമ്മുടെ മെയിൻ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് വെച്ച് ഇതിന് കുക്ക് ചെയ്യാം. ഇനി എത്ര ടൈമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം പാസ്ത കുക്ക് ചെയ്യാൻ ചിലപ്പോൾ 10 മിനിറ്റ്സ് ആയിരിക്കും, ചിലപ്പോൾ 15 മിനിറ്റ്സ് എടുക്കുമായിരിക്കും. ഡിപ്പെൻഡ്സ്. എനിവേസ് ഒരു 10 to 15 കുക്കായിട്ട് വരും. അപ്പോൾ നമ്മുടെ പാസ്ത ആക്ച്വലി കുക്കായിട്ടുണ്ട്. ഒരു 90% വരെ കുക്കായിട്ടുണ്ട്. 90% വരെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓപ്പൺ ആക്കി വെച്ചിട്ട് നമുക്ക് കുറച്ചൊന്ന് ഡ്രൈ ഔട്ട് ചെയ്തെടുക്കാം ഇതിനെ. ഓക്കെ, നമുക്ക് ഇനി ലിക്വിഡ് ഇത്രയും വേണ്ടല്ലോ, ഡ്രൈ ആക്കാം. ഓപ്പൺ ആക്കി വെച്ച് കുക്ക് ചെയ്യുവാണ്. പിന്നെ നമുക്കൊരു ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം മിൽക്ക് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ വളരെ കുറച്ച് മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ആ ഒരു ഫ്ലേവർ കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് ഓൾറെഡി ചീസ് ആഡ് ചെയ്യുന്നത് നമുക്ക് ആവശ്യമില്ല, എന്നാലും ഒരു എന്താ പറയുക ഡിഫറെൻറ്റ് ഫ്ലേവർ, അത്രയേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് മിൽക്ക് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളച്ച് നല്ല ലിക്വിഡൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആവണം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഇങ്ങനെ നന്നായിട്ട് ഡ്രൈ ആവാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. നല്ല കുക്കാവണം എന്നല്ല, നന്നായിട്ട് ഒന്ന് ഇതാവണം. ഈ സമയത്തിന് ഞാൻ കുറച്ച് ഹെർബ്സ് കൂടെ ആഡ് ചെയ്യണം. അതായത് കുറച്ച് ബേസിൽ ആഡ് ചെയ്യും, കുറച്ച് ആഡ് ചെയ്താൽ മതി. അതുപോലെ കുറച്ച് റോസ്മെറി ആഡ് ചെയ്യാം. ചിക്കൻ്റെ ഒരു ഫ്ലേവർ ഒക്കെ വരുന്നുണ്ട്, ഒരല്പം റോസ്മെറി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് തൈം കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇല്ലാത്തവർക്കൊക്കെ ഇതിങ്ങനെ തിളയ്ക്കുന്നതുകൊണ്ട് എനിക്കൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാനൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് കാണിക്കാം. ഓക്കെ, അപ്പം കണ്ടോ നല്ല രീതിക്ക് തന്നെ കുക്കായിട്ടുണ്ട്. അതുപോലെ നല്ല ക്രീമി ആയിട്ടുണ്ട്.
അത്ര ക്രീമി ആയിട്ടില്ല, എന്നാലും ഓൾമോസ്റ്റ് ക്രീമി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കുക, നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും കുറവായിട്ട് തോന്നുമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കിപ്പം ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ എല്ലാം കറക്റ്റാണ്. സോൾട്ടും പെപ്പർ പൗഡറും എല്ലാം തന്നെ കറക്റ്റാണ്. ആ ഹേർബ്സിൻ്റെ ഫ്ലേവറും ഒക്കെ വരുന്നുണ്ട്. അത് പ്രശ്നമില്ല. നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കുക്കാവണമെന്നില്ല, കുറച്ചുകൂടെ ആ വാട്ടർ ഒന്ന് മാറണം. ഇപ്പം ഓൾമോസ്റ്റ് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു നമ്മൾ ഒരു 100 ഗ്രാം എടുത്തേക്കണം ഞാൻ. എന്താണ് മോസറെല്ല ചീസ്. അപ്പം ഞാനൊരു 50 ഓളം ആഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം. ഓക്കെ, മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവില്ലേ, നല്ല എന്താ പറയുക, നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നല്ല മിക്സാക്കി കൊടുക്കാം. പാസ്റ്റയൊക്കെ നല്ല കുക്കാണ്. കാണുമ്പോൾ മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ല കുക്കായിട്ടുണ്ട്. നമ്മുടെ ചീസും കൂടെ അതിനകത്തൊന്ന് മിക്സ് ആവട്ടെ. അതൊന്ന് കുറച്ചുകൂടെ ഒന്ന് തിക്കാവണം. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ പാസ്ത കഴിക്കുമ്പം അതിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്നറിയാം, കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് അറിയാമല്ലോ, എത്ര തിക്കാണെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചൊന്ന് തിക്കാവട്ടെ. അപ്പോൾ നമ്മുടെ ക്രീമി 1 pot ചിക്കൻ പാസ്ത റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ മനസ്സിലാവും നല്ല ക്രീമിയാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളത് അല്ലേ. ഭയങ്കര റിച്ചാണ്. പക്ഷേ നിങ്ങൾക്ക് ചീസ് കുറേ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ വളരെ കുറച്ചാണ് ആഡ് ചെയ്തിരിക്കുന്നത് കമ്പാരിറ്റീവ്ലി. കുറേ കൂടെ ആഡ് ചെയ്യാം, ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ആൻഡ് കമൻറ്റ്. താങ്ക് യു.